എന്താ കാര്യമെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, രാജേശ്വരി അപമാനവും സഹിക്കില്ല, കൈനഷ്ടവും സഹിക്കില്ല. ഇന്ന് ഞാൻ ഇവിടേക്ക് വന്നത് തലകുനിച്ചു നിന്ന് ഈ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ടല്ല, തല നിവർത്തി നിന്നൊരു യുദ്ധം കാണാനാണ്. ഇതിന് ആദ്യത്തെ വെടിപൊട്ടിക്കാൻ സമയമായി. നിങ്ങൾ നോക്കിക്കോ, കാണിച്ചു തരാം ഈ രാജേശ്വരിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഒന്നും മനസ്സിലാകാതെ ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ കരുതുകയാണ്, ഈശ്വര, ഇവളിത് എന്ത് ഭാവിച്ചാണോ ആവോ. അതേസമയം ആഭരണപ്പെട്ടിയൊക്കെ ശാരികയുടെ മുൻപിലേക്ക് കൊണ്ടുചെന്ന് സന്തോഷത്തോടുകൂടി ശാരദാമ്മ പറയുകയാണ്, മോളെ, നിനക്ക് നിശ്ചയത്തിനാൻ വേണ്ടി നിന്റെ അച്ഛൻ കൊണ്ടുവന്നതാണ് ഇതൊക്കെ. ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ ശാലിനി പറയുകയാണ്, അച്ഛൻ കൂലിവേലയ്ക്ക് പോയി സമ്പാദിച്ചു കൊണ്ടുവന്നതൊന്നും അല്ല, അമ്മയ്ക്ക് കിട്ടിയ സ്ത്രീധനം തന്നെയാണ്. 18 വർഷം പട്ടമഹിഷി അണിയിക്കാൻ അദ്ദേഹം അവിടെ പൂഴ്ത്തിവെച്ചിരുന്നു. ശാരദാമ്മ പറയുകയാണ്, ഒരു മംഗളകർമ്മം ഇവിടെ നടക്കാൻ പോവുകയാണ്, അതിനിടയ്ക്ക് പഴങ്കഥയൊന്നും നീ കുത്തിപ്പോക്കി എടുക്കണ്ട. ശാലിനി അണിയിക്കെന്ന് ശാലിനിയോട് പറയുകയാണ് ശാരദാമ്മ പിന്നീട്. പക്ഷെ ആഭരണങ്ങളൊക്കെ ശാലിനിയും ശ്യാമയും ശാരിക അണിയിക്കുമ്പോഴും ഗോപാലകൃഷ്ണൻ അന്ന് വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുകയാണ് ശാരദാമ്മ. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് രാജേശ്വരി. ഫോൺ എടുത്ത വിഷ്ണുവിനോട് രാജേശ്വരി ചോദിക്കുകയാണ്, വിഷ്ണുവല്ലേ ഇത്? ആ അതെ, ഞാൻ രാജേശ്വരിയാണ്, മനസ്സിലായി കാണുമല്ലോ. ബാലകൃഷ്ണന്റെ ഭാര്യ രാജേശ്വരി തന്നെ. ദേഷ്യഭാവത്തിൽ വിഷ്ണു ചോദിക്കുകയാണ്, ആ മനസ്സിലായി, എന്താണ് വിളിച്ച കാര്യം? ഒരു വിശേഷകാര്യം നടക്കുന്നിടത്ത് നിന്നാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. ആ വിശേഷകാര്യം പക്ഷേ നിന്നോടൊന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി. അതെ, നിങ്ങൾ രാമായണമൊന്നും പറയണമെന്നില്ല, ഞാൻ അല്പം തിരക്കിലാണ്. തിരക്കുണ്ടാവും, പക്ഷേ നീ എന്താ കല്യാണ നിശ്ചയത്തിന് വരാതിരുന്നത്? ഇഷ്ടപ്പെടാതെ വിഷ്ണു ചോദിക്കുകയാണ്, കല്യാണ നിശ്ചയമോ? ആരുടെ കല്യാണ നിശ്ചയം? ആഹാ, അത് ശരി, അപ്പോൾ നിന്നോടവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അല്ലേ? എന്ത് വാക്ക്? ആര് പറയാൻ? നിങ്ങൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുക സ്ത്രീയെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫോൺ വയ്ക്കുവാണേ. രാജേശ്വരി പറയുകയാണ്, സാധാരണ മനുഷ്യർക്ക് മനസ്സിലായാലും നിനക്ക് മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടാണ് വിഷ്ണു. പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ് വേറൊരുത്തന്റെ താലിക്ക് തല നീട്ടിക്കൊടുക്കുന്നത് പോലും അറിയാത്ത നീ ഒരു മരമണ്ടനല്ലാതെ പിന്നെ ആരാണ്? പെട്ടെന്ന് വിഷ്ണു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? വ്യക്തമായിട്ട് പറയ്, എനിക്ക് മനസ്സിലായില്ല. രാജേശ്വരി പറയുകയാണ്, എങ്കിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് തെളിച്ചു പറയാം. എന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണന്റെ ആദ്യത്തെ ബന്ധത്തിലുള്ള രണ്ടാമത്തെ മകളുടെ വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഭാരതയുടെ വീട്ടിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അത് കേട്ടൊന്ന് അമ്പരക്കുകയാണ് വിഷ്ണു. എന്റെ ശാലിനിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നു, നിന്നെ അറിയിക്കാതെ. ഒന്നും മിണ്ടാതെ വിഷ്ണു നിൽക്കുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, എന്താടാ വിഷ്ണു, നീ ഒന്നും പറഞ്ഞില്ലല്ലോ? കള്ളം പറഞ്ഞാൽ നിങ്ങളുടെ കാത് പൊട്ടും. എന്നെയും എന്റെ അനിയത്തെയും കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ നിങ്ങൾ എന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങളുടെ ചെവിക്കുറ്റിക്ക് തന്നെ കിട്ടിയിട്ടുമുണ്ട്. അത് തന്നെ എൻ്റെ അടുത്ത് വീണ്ടും ആവർത്തിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ ആ വൃത്തികെട്ട നാവുണ്ടല്ലോ, അത് ഞാനങ്ങ് പിഴുതെടുക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. അന്ന് പറഞ്ഞതൊന്നും അപവാദമല്ല എന്ന് നിനക്കറിയാമല്ലോ. എൻ്റെ അനിയത്തിയെപ്പറ്റി പറഞ്ഞത് അവളും അവളുടെ ഭർത്താവും തമ്മിൽ മിക്കവാറും കാണാറുണ്ടെന്നാണ്. നിന്നെപ്പറ്റി പറഞ്ഞത് നീ കുടുംബശ്രീ ശാരദയുടെ മകളുടെ പിന്നാലെ ചുറ്റുകയാണെന്ന്. അത് അപവാദമാണെങ്കിൽ പിന്നെ അവളുടെ നിശ്ചയം നടക്കുവാണെന്ന് കേട്ട് പിന്നെന്തിനാ നീ ഇത്രയും രോഷം കൊള്ളുന്നത്? നോക്ക്, പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്ന കഥകളൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലം മുട്ടി ഉരുമി നടന്നവനോട് കല്യാണ നിശ്ചയത്തിന്റെ കാര്യം പോലും പറയാത്തത് വളരെ കഷ്ടമാണ്. നീ വരുന്നുണ്ടെങ്കിൽ വാ, എന്റെ കെയർ ഓഫിൽ ഒരു ഇലച്ചോറ് ഞാൻ സംഘടിപ്പിച്ചു തരാം. ഇവിടത്തെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും ശാലിനിയുടെ വിവാഹ നിശ്ചയത്തിന്റെ സദ്യ ആവുമ്പോൾ പായസത്തിനൊക്കെ ഒരുപാട് ടേസ്റ്റ് കൂടും നിനക്ക്. അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുകയാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് രാജേശ്വരി. ഫോൺ വെച്ച ശേഷം രാജേശ്വരി കരുതുകയാണ്, അമ്പ് കുലച്ചു കഴിഞ്ഞു, ഇനി കൊള്ളേണ്ടടുത്ത് കൊണ്ടാൽ മാത്രം മതി. അതേസമയം അവിടെ ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുകയാണ്, അല്ല മോളെ, ഗോപാലേട്ടൻ കൃത്യസമയത്ത് സ്വർണമായിട്ട് എത്തുമെന്ന് നീ എങ്ങനെയാ അറിഞ്ഞത്? അതൊക്കെ ഒരു സീക്രട്ടാണമ്മേ. സമയം കിട്ടുമ്പോൾ ഞാനെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാം. അതൊക്കെ പോട്ടെ, അമ്മയുടേത് ഈ പൊന്നുംകുടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ശാരിയെ നോക്കി സന്തോഷിച്ച് ശാരദാമ്മ പറയുകയാണ്, നന്നായിരിക്കുന്നു, നല്ല ഐശ്വര്യം. ശാലിനി പറയുകയാണ്, ദേ കണ്ണു വെക്കണ്ട കേട്ടോ. അതേസമയം അനുഗ്രഹിക്കണം അമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ അനുഗ്രഹം വാങ്ങുകയാണ് ശാരിക. കണ്ണു നിറഞ്ഞ് ശാരദാമ്മ പറയുകയാണ്, അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ മോളുടെ കല്യാണ നിശ്ചയം ഒരു കുറവും ഇല്ലാതെ തന്നെയാണ് നടക്കുന്നത്. രണ്ടുപേരും നിന്ന് കരയുന്നത് കണ്ട് പെട്ടെന്ന് ശാലിനി പറയുകയാണ്, മതി വന്നേ, ദേ അവിടെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാരികയെ ഒന്നുകൂടി അടിമുടി നോക്കുകയാണ് ശാരദാമ്മ. അതേസമയം വിഷ്ണു ചിന്തിക്കുകയാണ്, സത്യമായിരിക്കുമോ അവര് പറഞ്ഞത്? എന്തായാലും ഒരു കാര്യവുമില്ലാതെ എന്നെ ഇങ്ങനെ വിളിച്ചു പറയാൻ രാജേശ്വരിക്ക് ധൈര്യമുണ്ടാകില്ല. ഒരു കാര്യം ചെയ്യാം, ശാലിനിയെ തന്നെ നേരിട്ട് വിളിച്ചു നോക്കാം അവിടെ എന്താണ് നടക്കുന്നതെന്ന്.
അതേസമയം വിഷ്ണു ശാലിനിയെ ഫോൺ ചെയ്യുമ്പോൾ ശാരദാമ്മ ശ്യാമയോട് പറയുകയാണ്, ദേ മോളെ ശ്യാമേ, ഫോൺ അടിക്കുന്നു, ആരാന്ന് നോക്ക്. ശ്യാമ ഫോൺ എടുക്കുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ഹലോ ശാലിനി അല്ലേ? അല്ല, ശ്യാമയാണ്. ഇതാരാണ് സംസാരിക്കുന്നത്? ഞാൻ ആ റബ്ബർ എസ്റ്റേറ്റിന്റെ മാനേജരാണ്, ഓർക്കുന്നില്ലേ? ആ എസ്റ്റേറ്റിലൊക്കെ പോയിട്ട് കാട്ട് തേനീച്ചയൊക്കെ എന്ന് വിഷ്ണു പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, മനസ്സിലായി, ഓർക്കുന്നുണ്ട്. അല്ല, ശാലിനി എവിടെയുണ്ടോ, ഒന്ന് സംസാരിക്കാൻ? ശ്യാമ പറയുകയാണ്, അയ്യോ പറ്റില്ല, കുഞ്ഞേച്ചിയുടെ നിശ്ചയത്തിന്റെ തിരക്കിലാണ്, ഇപ്പോൾ ഫോണിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. നേരം ശാരദാമ്മ ശ്യാമയെന്ന് വിളിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ദേ എന്നെ വിളിക്കുന്നുണ്ട്, ചേച്ചിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എടി ശ്യാമേ വാന്ന് ശാരദാമ്മ വീണ്ടും വിളിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇവിടെ ഒത്തിരി തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാമേ, ഫോൺ വയ്ക്കുവാണേന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പോവുകയാണ് ശ്യാമ. ശബ്ദമിടറി ഹലോ എന്ന് വിളിക്കുകയാണ് വിഷ്ണു. ആകെ സങ്കടപ്പെട്ട് വിഷ്ണു നിൽക്കുന്നു. അതേസമയം വിജയലക്ഷ്മി പറയുകയാണ്, സ്വർണം അവരുടെ കയ്യിലുണ്ടെന്ന് ഏതായാലും മനസ്സിലായി, ഇനി അത് 30 പവൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും കൃഷ്ണൻകുട്ടി ചേട്ടാ? നീ ഒന്ന് അടങ്ങ് വിജയെ, പെണ്ണിട്ടിരിക്കുന്ന സ്വർണം അഴിപ്പിച്ചു നോക്കി തൂക്കി നോക്കാൻ ഇപ്പോഴൊന്നും പറ്റില്ലല്ലോ, കല്യാണം കഴിഞ്ഞും അതിന് സമയമുണ്ടെന്നേ. അതേസമയം ശാരികയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ശാരദാമ്മയും ശ്യാമയും ശാലിനിയുമൊക്കെ. ശാരികയെ കണ്ട് ഏറെ സന്തോഷിക്കുകയാണ് രാജീവ്. പെട്ടെന്ന് ശാരികയുടെ ആഭരണമൊക്കെ ശ്രദ്ധിച്ച് വിജയലക്ഷ്മിയോട് രാജീവ് ചോദിക്കുകയാണ്, അമ്മേ, ശാരിക മൊത്തം സ്വർണമൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നിരിക്കുന്നത്, ഇത് അമ്മയുടെ ഏർപ്പാടാണോ? വിജയലക്ഷ്മി പറയുകയാണ്, ചേട്ടാ ഇത് നല്ല കൂത്ത്, അവരുടെ മോൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു, ഇനി ഞാനത് കയറി വേണ്ടാന്ന് പറയണോ? അന്നേരം ശാരദാമ്മ ശാരിയോട് പറയുകയാണ്, മോളെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കുക. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി ഗോപാലകൃഷ്ണന്റെ രാജേശ്വരി നോക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ശാരിക ചെല്ലുമ്പോൾ തിരുമേനി പറയുകയാണ്, സർവ്വ ഐശ്വര്യങ്ങളും ഭവിക്കാൻ കുട്ടിയുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കൂ ഗോപാലകൃഷ്ണ, പിതൃധർമ്മമല്ലേ അത്. ഇത് കേട്ട് കസേരയിൽ നിന്നും ഗോപാലകൃഷ്ണൻ എഴുന്നേൽക്കുമ്പോൾ ശാരിക ഗോപാലകൃഷ്ണന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ ശാരികയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. തിരുമേനി പറയുകയാണ്, ഇനി നമുക്ക് അപ്പോൾ ചടങ്ങിലേക്ക് കടക്കാം. വരനപ്പോൾ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാം. അമ്മാവന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി ഇരിക്കുകയാണ് രാജീവ്. ശാരികയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ സന്തോഷം കണ്ട് രാജേശ്വരി പറയുകയാണ്, എല്ലാവരും ഇളിച്ചിളിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? ഈ സന്തോഷം തല്ലിക്കിടത്താൻ രാജേശ്വരി വെടിമരുന്നിട്ടിട്ടുള്ള കാര്യം ഇവർക്കൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ തന്നെ വന്നു പതിക്കുമടി ബ്രഹ്മാസ്ത്രം. നീ ചിരിച്ചോ, ഇത് കരയാനുള്ള തുടക്കം മാത്രം. അതേസമയം വണ്ടിയിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് വിഷ്ണു. കൂടെ രാജേശ്വരി വാതിൽക്കലേക്ക് നോക്കുന്നുണ്ട്. അതേസമയം തിരുമേനി പറയുകയാണ്, കുറച്ച് ഇതർപ്പൂക്കൾ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ശാരദാമ്മ പറയുകയാണ്, അതിനെന്താ തിരുമേനി? പിന്നീട് രാജിയോട് പറയുകയാണ്, നീ പോയി എടുത്തുകൊണ്ട് വാ. ആ സമയത്ത് തന്നെ ശാരദാമ്മയുടെ വീട്ടിൽ ജീപ്പിലെത്തുകയാണ് വിഷ്ണു. എന്നിട്ട് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കടക്കുന്നു. രാജി പൂക്കളുമായി വരുമ്പോൾ അത് കാൽ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് ദേഷ്യത്തോടു കൂടി രാജീവിന്റെ അടുത്തേക്ക് വരികയാണ്. ഇതെന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും ഒക്കെ. എന്ന് രാജീവിനെ അലറി വിളിക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ്, മോനെ എന്തായത്? പെട്ടെന്ന് ദേഷ്യത്തിൽ വിഷ്ണു പറയുകയാണ്, മിണ്ടരുത്. അത് കേട്ട് പേടിക്കുകയാണ് ശാരദാമ്മ. എല്ലാവരെയും കൈ ചൂണ്ടി വിഷ്ണു പറയുകയാണ്, മിണ്ടിപ്പോകരുത് ഒരെണ്ണവും. എന്നിട്ട് രാജീവിനെ നോക്കി അലറുകയാണ്, അപ്പോൾ നീയാണല്ലേടാ വരൻ? നീ ഇരിക്കേണ്ടത് ഇവിടെയല്ല, ഈ വീടിന്റെ നടുമുറ്റത്താണ്. പിന്നെ ഞാൻ അവിടെ കുടിയിരുത്തി തരാം, വാടാ ഇങ്ങോട്ടെന്നും പറഞ്ഞ് രാജീവിന്റെ കോളന്ന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് വിഷ്ണു. വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എന്തായി കാണിക്കുന്നത്? വിടടാ എന്റെ മോനെ എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മിക്ക് നേരെ കൈ ചൂണ്ടി വിഷ്ണു പറയുകയാണ്, അനങ്ങിപ്പോകരുത്, കൊന്നുകളയും ഞാൻ. അതിനുശേഷം വാടാ എന്ന് വിളിച്ച് രാജീവിന്റെ ഷർട്ടിന്റെ കോളന്ന് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ് വിഷ്ണു. മിറ്റത്തേക്ക് രാജീവിനെ തള്ളിയ ശേഷം വിഷ്ണു ചോദിക്കുകയാണ്, എന്താടാ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണോ നീ? അതിനു മുമ്പ് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോ നീ? പറയടാ, ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അവളുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അന്നേരം രാജീവിനെ അടിക്കുകയാണ് വിഷ്ണു. ഇത് കണ്ട് മോനെ എന്ന് വിളിച്ച് കരയുകയാണ് വിജയലക്ഷ്മി. ശാരദാമ്മയും ശാലിനിയും ഒക്കെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. വിഷ്ണു അലറി വിളിച്ചു പറയുകയാണ്, തെറ്റ്, അവളുടെ മനസ്സിലുള്ളത് നീയല്ല, ഞാനാണ്, ഞാൻ മാത്രം എന്ന് പറഞ്ഞ് വീണ്ടും രാജീവിനെ അടിക്കുകയാണ് വിഷ്ണു. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ശാരിക. ഇത് കണ്ട് സന്തോഷം നിൽക്കുകയാണ് രാജേശ്വരി. വിഷ്ണു വീണ്ടും അലറുകയാണ്, ഞാനും അവളും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലാണെന്ന്, പരസ്പരം ചങ്ക് കൊടുത്ത് ചാകാനുള്ള പ്രേമത്തിൽ. പെട്ടെന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്, മോനെ നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? പെട്ടെന്ന് ശാലിനിയെ ചൂണ്ടി വിഷ്ണു പറയുകയാണ്, ഇവളുടെ തന്നെ, ഈ ശാലിനിയുടെ. വിഷ്ണു ചോദിക്കുകയാണ്, ഞാനോ? ഇയാൾ എന്തായി പറയുന്നത്? കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വിഷ്ണു പറയുകയാണ്, ശാലിനി നീ പേടിക്കണ്ട, ഒരുത്തനുമായി നിന്റെ ഈ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നില്ല.
സമ്മതിക്കില്ല ഞാൻ അതിന് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ഇടയ്ക്ക് പറയുകയാണ്, മോനെ അതിന്. ദേഷ്യത്തോടുകൂടി വിഷ്ണു പറയുകയാണ്, ദേ മിണ്ടിപ്പോകരുത്. ദേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ ഒരു കല്യാണ നിശ്ചയമേ നടക്കൂ. അത് ഞാനും ശാലിനിയും തമ്മിലുള്ള കല്യാണ നിശ്ചയമായിരിക്കും. തടയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ദേ ഇതായിരിക്കും അതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞ് രാജീവിനെ വീണ്ടും അടിക്കുകയാണ് വിഷ്ണു. വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അതിന് നീ എന്തിനാ എന്റെ മോനെ തല്ലുന്നത്? വിഷ്ണു പറയുകയാണ്, തല്ലുകയല്ല, കൊല്ലും ഞാൻ. ഞാൻ പ്രേമിക്കുന്ന പെണ്ണിനെയാണ് ഇവൻ കെട്ടാനിറങ്ങിയിരിക്കുന്നത്. എനിക്ക് ശാലിനിയെ ഇഷ്ടമാണ്, ശാലിനിക്ക് എന്നെയും. വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, ഇയാൾ എന്തായി പറയുന്നത്? വിഷ്ണു ശാലിനിയെ സമാധാനിപ്പിച്ച് പറയുകയാണ്, വേണ്ട ശാലിനി, ഇനിയൊന്നും ഒളിക്കണ്ട. എന്നോടുള്ള ഇഷ്ടം ഇവിടെ എല്ലാം മുൻപിൽ വെച്ച് തുറന്നു പറയാം നിനക്ക്. ആരും നിന്നെ ഇനി ഒന്നും ചെയ്യില്ല, ഞാനാണ് ഗ്യാരണ്ടി. ശാലിനി, ഇനി എന്താ നീ മിണ്ടാതെ നിൽക്കുന്നത്? എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നീ എനിക്ക് ആ താജ്മഹൽ ശില്പം സമ്മാനമായിട്ട് തന്നത്? എന്നോടുള്ള പ്രേമം അറിയിക്കാൻ അല്ലേ? ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് വിഷ്ണു. നിനക്ക് എന്നോടുള്ള പ്രേമം കൊണ്ടല്ലേ നീ അന്ന് എനിക്കൊപ്പം ആ റബ്ബർ എസ്റ്റേറ്റിലേക്ക് വന്നത്? അന്ന് തേനീച്ച കുത്തിയപ്പോൾ എനിക്കുണ്ടായ മുറിവുകളിൽ മരുന്ന് വെച്ച് തന്നത് നീയല്ലേ? വിഷ്ണു പറയുന്നതെല്ലാം കേട്ട് ദേഷ്യത്തോടുകൂടി ശാലിനിയെ നോക്കുകയാണ് ശാരദാമ്മ. വിഷ്ണു പറയുകയാണ്, അന്ന് നിന്റെ കണ്ണു നിറഞ്ഞപ്പോഴാണ് നിനക്ക് എന്നോടുള്ള പ്രേമത്തിന്റെ ആഴം ഞാൻ മനസ്സിലാക്കിയത്. നിന്റെ ബൈക്കിൽ എനിക്കൊപ്പം നീ യാത്ര ചെയ്തത് പ്രണയമില്ലാഞ്ഞിട്ടാണോ? വണ്ടിയിൽ എവിടെയെല്ലാം പോയിട്ടുണ്ട് നമ്മൾ? അവളുടെ സിവിൽ സർവീസ്, പ്രിലിമിനറി, മെയിൻ പരീക്ഷ എല്ലാം എഴുതാൻ ഞാൻ കൊണ്ടുവിട്ടത് ഞാനാണ്. എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നാഗർകോവിലേക്ക് എന്നോടൊപ്പം ഇവള് യാത്ര ചെയ്ത് വന്നതുപോലും എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് വിഷ്ണു. അതുകൊണ്ടും തീർന്നിട്ടില്ല കഥ. എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു രാത്രി എന്നോടൊരു ഹോട്ടൽ മുറിയിൽ ഒരുമിച്ച് തങ്ങിയത് പോലും. ഇത് കേട്ട് വാവിളിക്കുകയാണ് രാജേശ്വരി. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ശാരദാമ്മ. ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് വിഷ്ണു പറയുകയാണ്, ഇനിയെങ്കിലും പറയ് ശാലിനി, എന്നോട് ഇഷ്ടമാണെന്ന് പറയ്. ആരെയും ഭയക്കേണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ, പറയ്. പറ ശാലിനി എന്ന് വീണ്ടും വീണ്ടും ശാലിനിയെ നിർബന്ധിക്കുകയാണ് വിഷ്ണു. അന്നേരം രാജീവ് പറയുകയാണ്, ഡാ നീ കാണിക്കുന്നത് തെമ്മാടിത്തരമാണ്. ഞാനും എൻ്റെ വീട്ടുകാരും ഇവിടെ വന്നത് ശാരികയെ എന്ന് പറയുമ്പോഴേക്കും വീണ്ടും രാജീവിനെ വലിച്ചെറിയുകയാണ് വിഷ്ണു. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, ചി വായടക്കെടാ റാസ്കൽ. ഇതും പറഞ്ഞ് ഈ പടി കയറിയാൽ നീ പിന്നെ ഇല്ല. എന്നിട്ട് വിജയലക്ഷ്മിക്ക് നേരെ കൈ ചൂണ്ടി പറയുകയാണ്, മകന് ആയുസ് വേണമെങ്കിൽ നിങ്ങൾ ഈ ബന്ധം മറന്നേക്ക്. അല്ലെങ്കിൽ പട്ടടയിലേക്ക് എടുക്കുന്ന നേരത്ത് ചിതയ്ക്ക് കൊള്ളിവെക്കാൻ ആളുണ്ടാകില്ല. ഇനി ശാലിനി എന്നല്ല ഷാ എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ വെച്ച് കിട്ടിയതൊക്കെ നീ ഓർത്തോളണം. വീണ്ടും രാജീവിനെ അടിക്കുകയാണ് വിഷ്ണു. എന്നിട്ട് എല്ലാവരോടുമായി വിഷ്ണു പറയുകയാണ്, ദേ ശാലിനിക്ക് ഇനി ആര് കല്യാണം ആലോചിച്ചാലും ഇത് തന്നെയായിരിക്കും അനുഭവം. ശാലിനി എൻ്റെ പെണ്ണാണ്, എൻ്റെ മാത്രം പെണ്ണ്. ഇനി ഇവിടെ ഒരു ചടങ്ങുമില്ല, എല്ലാവർക്കും പോകാം. അതിനുശേഷം വണ്ടിയെടുത്ത് പോവുകയാണ് വിഷ്ണു. നിശ്ചയം മുടങ്ങിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് രാജേശ്വരിയും ഗോപാലകൃഷ്ണനും. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് മഹാ എപ്പിസോഡിന്റെ 2ാം ഭാഗം. ഓക്കെ, താങ്ക് യു.